ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 1.5 kgയുടെ കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 kg ആണ് താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് അളവ് എടുക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യണത്. ബേക്കിംഗ് സോഡ നമ്മളിതിൽ യൂസ് ചെയ്യണില്ല കേട്ടോ. അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഈ പൊടികളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിപ്പപാത്രം വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. പിന്നീട് വേറൊരു ബൗൾ എടുത്തിട്ട് 5 മുട്ടയാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിലേക്ക് 1.5 സ്പൂണ് വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റർ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്യണത്. പൊടിച്ച പഞ്ചസാര അത് കുറേശ്ശെയായിട്ട് മുട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. 1.5 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് 1/4 കപ്പ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓയിലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് മൈദ ചേർക്കാവുന്നതാണ്. ഇപ്പം തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഫുഡ് കളർ യൂസ് ചെയ്യണില്ല, യെല്ലോ കളർ യൂസ് ചെയ്യാവുന്നതാണ്. അത് പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനതും യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. അത് ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. അങ്ങനെ പൊടികളെല്ലാം യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് പാലും നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഓയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിക്കും. ഞാനിപ്പോൾ ഇതിൽ പകുതിയാണ് ഒഴിക്കുന്നത്, ഫുള്ളായിട്ട് ഒഴിക്കാൻ പറ്റില്ല, അത് ചെറിയ ടിന്നായതുകൊണ്ട്. അപ്പോൾ ഞാനിതിൽ പകുതിയായിട്ട് 2 കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. കേക്ക് ടിന്ന് ഒന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ബബിൾസൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാനിൽ വെച്ചിട്ടാണ്. പാന് നമുക്ക് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കാം. നന്നായിട്ട് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പതപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയിട്ടതും നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഊറ്റിയെടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ പൈനാപ്പിൾ ഗ്ലേസാണ് ഉണ്ടാക്കേണ്ടത്. അതിന് 1 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഷുഗർ ചേർക്കാം. അതിലേക്ക് നന്നായിട്ട് ഇളക്കി കുറച്ച് വറ്റി വന്നാൽ 1 സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഗ്ലേസും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അത് വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ 3 സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കേക്ക് 3 പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൈനാപ്പിൾ ക്രഷ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അത് നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ചു കേട്ടോ. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് ക്യാമറ ഓഫായി പോയി. അപ്പോൾ
കേക്ക് അങ്ങനെ അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പൈനാപ്പിൾ ഗ്ലേസിൻ്റെ ആവശ്യം. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒന്ന് ഭംഗി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിലത്തെ ആ ഭാഗത്തൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കേക്ക് കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ആരും വിലയിരുത്തരുത്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഗ്ലേസ് നന്നായിട്ട് ഒഴിച്ചിട്ട് മുകളിൽ ഒരു ഡെക്കറേഷനൊക്കെ കൊടുക്കാം. അങ്ങനെ ഞങ്ങളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. പൈനാപ്പിൾ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.